ഹലോ സ്റ്റുഡൻസ്, പിയേഴ്സൺ പി ടിയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ വിഷയം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓഗസ്റ്റ് 7, 2025 മുതൽ പിയേഴ്സൺ പി ടിയുടെ അക്കാഡമിക് ടെസ്റ്റിലും PT UKVA എന്ന് പറയുന്ന ടെസ്റ്റിലും 2 എക്സാം ക്വസ്റ്റ്യൻസ് കൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ PT സ്റ്റോറീസിൻ്റെ യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്ത് മാത്രമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോകൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ PTയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടൻറ്റുകൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കിടക്കട്ടെ. 2 ക്വസ്റ്റ്യനുകൾ, അതാണ് ഓഗസ്റ്റ് 7, 2025 മുതൽ അവർ PT അക്കാഡമിക്കിൽ ആഡ് ചെയ്യും എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളിൽ ഒന്നും തന്നെ ഈ ക്വസ്റ്റ്യനുകൾ ആഡ് ആയിട്ടില്ല. അതായത് ഉദാഹരണം എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ ആൽഫ PT എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊന്നും ഇപ്പം ഈ ക്വസ്റ്റ്യനുകളൊന്നും വന്നിട്ടില്ല. അവരെല്ലാം ഇനി ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് പ്രധാനമായിട്ടും ആഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. എന്താണ് ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഈ പുതിയ അപ്ഡേറ്റുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊന്നും പേടിക്കുകയോ പാനിക്കാവോ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിനെ നമുക്ക് കവർ ചെയ്യാനുള്ള ട്രിക്കുകളും ടിപ്പുകളും ടെക്നിക്കുകളും ഒക്കെ ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടെംപ്ലേറ്റുകൾ വരും, അത് എളുപ്പത്തിൽ പറയാനുള്ള സ്ട്രാറ്റജികൾ വരും, ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഓഡിയോ നിങ്ങൾ കേൾക്കും. 2-3 പേര് തമ്മിലുള്ള സംഭാഷണം, ഒരു കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അതിൻ്റെ അകത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. എന്നിട്ട് ആ ഡിസ്കഷൻ്റെ ഒരു സമ്മറി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ആ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഏകദേശം 2 മിനിറ്റോളമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1-1.5 മിനിറ്റൊക്കെ ഏകദേശം സംസാരിച്ചാലും മതിയായിരിക്കും. എന്നാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അത് എന്തെങ്കിലും അക്കാഡമിക് ടോപ്പിക്കുകളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടോ, എന്തെങ്കിലും ക്ലാസ്സുകൾ റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഡിസ്കഷൻ ആയിരിക്കും. ഉദാഹരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ 2-3 പിള്ളേരെടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ അവർ 1, 2, 3 സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3. അപ്പോൾ 2-3 പിള്ളേരോട് സംസാരിക്കുക. അപ്പോൾ ഉദാഹരണം ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് പറയുകയാണ്, എടാ ഈ കോളേജ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഭയങ്കര ഹെക്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യണം, അസൈൻമെൻറ്റുകൾ ചെയ്യണം, നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയണം, നീ പറഞ്ഞത് ശരിയാടാ, ദാറ്റ്സ് കറക്റ്റ്, ഇത് വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ, നമുക്ക് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയുകയാണ്, നിങ്ങൾ 2 പേരും പറഞ്ഞത് കറക്റ്റാണ്. യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠനത്തിൽ എനിക്ക് ഏറ്റവും ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് ലെക്ചറുകളും അസൈൻമെൻറ്റുകളും പ്രൊജക്റ്റുകളും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് പേഴ്സണൽ ലൈഫിന് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അക്കാഡമിക് ലെവലിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കൂടുതൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനൊരു സംഭവമായിരിക്കും സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് എഴുതിയെടുക്കുക. സ്പീക്കർ 1 എന്ത് പറഞ്ഞു, സ്പീക്കർ 2 എന്താണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഓർഡർ ചെയ്ത് സീക്വൻസ് ചെയ്ത് വിൽക്കാതെ പതറാതെ പറയുക എന്നുള്ളതാണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഒഫീഷ്യലായിട്ട് തന്നെ പിയേഴ്സൺകാർ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സത്യത്തിൽ അങ്ങനെ വലിയ പാനിക് ആവേണ്ട കാര്യമേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും PT കോർ എന്ന് പറയുന്ന
ഒരു എക്സാം ഉണ്ട്. അതായത് പി ടി തന്നെ പലതുണ്ടല്ലോ. പി ടി അക്കാഡമിക് ഉണ്ട്, പി ടി കോർ ഉണ്ട്. പി ടി കോർ എന്ന് പറയുന്ന എക്സാം ഈ കാനഡ മൈഗ്രേഷന് വേണ്ടി മാത്രം, അതായത് കാനഡയിലോട്ട് പോകാൻ വേണ്ടി മാത്രം എഴുതുന്നൊരു എക്സാമാണ് ഈ പി ടി കോർ എന്ന് പറയുന്നത്. അത് ഈ പണ്ടത്തെ ഈ IELTS ജനറൽ എന്നൊക്കെ പറയത്തില്ലേ, മൈഗ്രേഷൻ പർപ്പസിന് വേണ്ടി അല്ലെ PR പർപ്പസിന് വേണ്ടിയൊക്കെ പിള്ളേർ എഴുതുന്നൊരു എക്സാം ഉണ്ടല്ലോ, അതാണ് ഈ പി ടി കോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഈ ജനറൽ കണ്ടന്റുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യനാണ് ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ 2-3 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 5-6 മാസം മുമ്പൊക്കെ തന്നെ ട്രയൽ ക്വസ്റ്റ്യനായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഈ എക്സാമിന് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ട്രയൽ ക്വസ്റ്റ്യനായിട്ട് ഈ ക്വസ്റ്റ്യനുകൾ വരും. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു വിടുമായിരുന്നു, എന്തെങ്കിലും ഇങ്ങനെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ജസ്റ്റ് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക, നിങ്ങളുടെ മാർക്കിനെ ബാധിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ചില സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യും, ചിലർ അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ട്രയൽ ക്വസ്റ്റ്യനായിട്ട് അവർ നേരത്തെ ഇത് പരീക്ഷിച്ചിരുന്നു. അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ടായിരിക്കാം റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനും കൂടെ എന്താണ് ഈ PT അക്കാഡമിക്കിൽ August 7 മുതൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അക്കാഡമിക് ലെവലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതുപോലെ കോളേജ് ലെവലിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരും. അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ സ്ക്രീനിൽ ആ ഒരു പ്രോംപ്റ്റ് കാണുകയും ചെയ്യും, ഓഡിയോ ആയിട്ട് പ്ലേ ചെയ്യുകയും ചെയ്യും കേട്ടോ. ആ ക്വസ്റ്റ്യൻ അവർ ഓഡിയോ ആയിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ കേട്ടതിന് ശേഷം അതിനോട് എങ്ങനെ പ്രതികരിക്കും. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കോളേജിലൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ 3-4-5 പേരുണ്ടല്ലോ ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ഗ്രൂപ്പ് പ്രൊജക്റ്റിനുള്ള പ്രസൻറ്റേഷൻ്റെ സ്ലൈഡുകളൊക്കെ നീ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം എന്ന് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയാണ്, സ്റ്റുഡൻ്റ് അതിന് റെഡിയാണ്. പക്ഷേ മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് അല്പം കൂടെ കൂടുതൽ ഇൻഫർമേഷൻ ഈ സ്റ്റുഡൻറ്റിന് വേണം. അല്പം കൂടെ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഹൗ വുഡ് യു റെസ്പോണ്ട് ടു ദാറ്റ് സിറ്റുവേഷൻ? നിങ്ങൾ ആ സിറ്റുവേഷനോട് എങ്ങനെ, അതായത് മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? മനസ്സിലായി? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈ PT കോറുകാർ പിള്ളേരെയൊക്കെ നമ്മൾ സത്യത്തിൽ നേരത്തെ തൊട്ടേ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്തൊന്നും ഒരു വലിയ സ്ട്രെസ്സൊന്നും തോന്നുന്നില്ല. കാരണം അത് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു 40 സെക്കൻഡ് ആയിരിക്കും ഈ ഓഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്കൊരു 40 സെക്കൻഡ് ആയിരിക്കും ഇതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് വലിയ പ്രയാസമില്ല, അതൊക്കെ പറയാൻ പറ്റും. അതിൻ്റെയൊക്കെ ടെംപ്ലേറ്റുകളൊക്കെ ഓൾറെഡി ഒരുമാതിരി സെറ്റാണ്. ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണാപ്പാടം പഠിച്ച പോലെ അങ്ങ് പറയുക എന്നൊരു ഫീൽ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ ഔദ്യോഗികമായിട്ട് ബാൻ ചെയ്തു, പക്ഷേ ഈ കണ്ടന്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തി പറയാൻ പറ്റുന്ന ടെംപ്ലേറ്റുകൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ വാക്കുകളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഞാൻ ഈ ടെംപ്ലേറ്റ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ടെംപ്ലേറ്റ് ഒക്കെ ഓൾറെഡി ബാൻ ചെയ്തല്ലോ പിന്നെ എന്താണ് ഇയാൾ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഈ കണ്ടന്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തി നമ്മുടെ ഫ്ലുവൻസിയും പോകാതെ പറയാൻ പറ്റുന്ന ടെംപ്ലേറ്റുകളുണ്ട്. നമ്മുടെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കാറുണ്ട്, അവർക്കൊക്കെ നല്ല സ്കോറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെംപ്ലേറ്റുകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല ചുമ്മാ ഇങ്ങനെ ചെറവറ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും ടെംപ്ലേറ്റുകൾ, സാമ്പിൾ ആൻസേഴ്സ്, ഇതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ്, ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങളുമായിട്ട് തുടർന്നുള്ള വീഡിയോകളിൽ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. പിന്നെ August 7 മുതലേ ഉള്ളൂ, ഇനിയും കിടപ്പുണ്ട് ഒരു 10-20 ദിവസം കൂടെ, അല്ലെങ്കിൽ ഏകദേശം ഒരു മാസം കൂടി ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് അതിന് മുമ്പാണെങ്കിലും വേണം എക്സാം എഴുതി നല്ല മാർക്കോടെ പാസ്സാവുന്നേ ഉള്ളൂ. പുതിയ സെക്ഷൻ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി നോക്കിയിരിക്കണമെന്നില്ല. ഇനി വന്നാലും പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഏത് വന്നാലും അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള പരിപാടികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് ഫോക്കസ് ചെയ്ത് ഞാൻ അധികം കണ്ടന്റുകൾ ഇട്ടിട്ടില്ല. ഇനി തുടർച്ചയായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയും റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ്റെയും കൂടുതൽ വീഡിയോകൾ തുടർന്ന് അധികം വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. താങ്ക് യു.